ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് 23 വയസ്സാട്ടോ ഗേസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മിമി ഇവിടെ നല്ല ഉറക്കത്തിലാണ്. ഇവരെനിക്ക് സെറ്റ് ചെയ്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിച്ചു തരാട്ടോ ഞാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇത് ഞാൻ കത്തൂല അറിഞ്ഞേ. അതെങ്ങനെ മിമി താത്ത കൊടുക്കേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. ഓള് കൊടുക്ക്. ഇനി കച്ചക്കേക്കിന് എത്ര എന്തോ ഞാൻ കട്ടി തരാം. ആ കുട്ടി കൊടുക്കേ. എന്താ ഡ്രസ്സിൽ പുതിയ വന്നേ? നീ ഏത് നാട്ടിലപ്പോ വർക്ക് ചെയ്യണല്ലോ, അത് മൊത്തം എടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ ആരൊക്കെ ഉള്ളേ? കുറച്ച് പൊക്കി പിടിക്കോ എടി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇവിടെ ബർത്ത്ഡേ അല്ലേ? അങ്ങനെ പക്ഷെ പിമ്പിള് വരും. ആ പറഞ്ഞ വെളുക്കും. ഒരു മിനിറ്റ്, നാളെ പുള്ളിയോട് വരാൻ പറയാം. ഇന്നെന്തായാലും സമയമില്ല. ഇവരെനിക്ക് സർപ്രൈസ് തന്നതാണ്. ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ ഈ സാരി ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഞാൻ സാരി ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മിമ്മി എനിക്ക് ഇട്ടോ പറഞ്ഞിട്ട് തന്നതാണ്, ഈവൻ ജ്വല്ലേഴ്സ് അടക്കം. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമായി കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒന്നും എടുത്തിരുന്നില്ല. മിമ്മി ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പതുക്കെ റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഒരു കസിനും അവരെ കുട്ടിയും കൂടിയിട്ടാട്ടോ പോണത്. ഇവിടെ കോട്ടയ്ക്കലുള്ള ഒരു അമ്പലത്തിലാണ് പോണത്, ശിവൻ്റെ അമ്പലത്തിൽ. എനിക്കറിയൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണേ. കുറച്ച് നടക്കാനുണ്ട്, എന്നിട്ട് ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എൻ്റെ ഫോണിൽ ചാർജ് പറ്റ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ട് ചേച്ചീനെയും കുട്ടീനെയും വിളിച്ചിട്ട് അവരവിടുന്ന് അവരെ വീട്ടിൽ നിന്ന് കയറി. ഒരു 10 മിനിറ്റ്, കഷ്ടിച്ചൊരു 10 മിനിറ്റ് അമ്പലത്തേക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ അവരോട് വീഡിയോയ്ക്ക് നോക്ക് പോസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഈ കാണുന്നതാട്ടോ അമ്പലം. പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു ലുക്കല്ല, ഉള്ളിൽ ചെന്നാൽ നല്ല ഭംഗിയാട്ടോ, നല്ല ആംബിയൻസ് ആണ് അവിടെ. വലിയൊരു അമ്പലമാട്ടോ കേസ് ഇത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിനുള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് തൊഴുതിറങ്ങി. അതിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഗേസ് നല്ല ഭംഗി. 2 സൈഡും കുളങ്ങളാണ്. എൻട്രൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, കാരണം അവിടെ തൊട്ടപ്പുറത്ത് പാടം കാര്യങ്ങളുമായിരുന്നു. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ 2-3-4 അമ്പലങ്ങൾ ഉണ്ട് കേട്ടോ. ഏതാ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ പിന്നാലെ ഞാൻ ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ആംബിയൻസ് ഒരു പ്രത്യേക ഫീലാണല്ലോ അല്ലേ. നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആണല്ലോ നമുക്ക് ആ ഒരു ദിവസം. ഞാനും ചേച്ചിയുടെ കുട്ടി ഭയങ്കര കമ്പനിയായിട്ട് ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പം നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി, അതായത് പുറത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ, അവിടെ പോയി തൊഴുത് തിരിച്ച് നമ്മൾ പോവുകയാണേ. ആ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല കേസ്. ഈ കാണുന്ന വ്ളോഗിന് മാത്രമേ ഉള്ളതുള്ളൂ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, കുട്ടി പിന്നെ സ്കൂളിൽ പോകുന്നുണ്ട്, അവന് എക്സാം പോകണം, അപ്പോൾ അവർക്ക് നേരത്തെ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുവിധം തൊഴുത് കവർ ചെയ്ത്. അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അവരവിടെ ഇറക്കിയതിന് ശേഷം എനിക്ക് നേരെ ഹോസ്റ്റലിലേക്കാട്ടോ പോകേണ്ടത്. ഞാൻ അവരോട് വീഡിയോയ്ക്ക് നോക്കും ഓരോന്നും കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിയോട് ചിരി കേട്ടോ. വീഡിയോ കാണുമ്പോൾ ചിരിക്കുക, നല്ല രസമാട്ടോ അവൻ്റെ ചിരി കാണാൻ. അങ്ങനെ അവർ വീട്ടിൽ പോയി, ഞാനിവിടെ ഹോസ്റ്റലിലെത്തി. തിരിച്ചു വരുമ്പോൾ ഞാൻ ആകെ വേർത്ത് കുളിച്ചു കേസ്, അത്രയും ചൂടായിരുന്നു. എൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ചിറങ്ങിയോ. റൂമിലെത്തിയപ്പോഴും മിമ്മി പോത്തുപോലെ കിടന്നുറങ്ങുക. അവളെ ശല്യപ്പെടുത്താണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഡ്രസ്സൊക്കെ മാറി കുക്കിംഗ് ഒക്കെ ചെയ്യണം, കാരണം വർക്ക് ഉണ്ടല്ലോ, അതിനെന്തായാലും പോകണമല്ലോ. ഇന്നാണെങ്കിൽ എനിക്ക് 11 മണിയുടെ ഷിഫ്റ്റാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മുടെ യൂണിഫോമൊക്കെ ഇട്ടു. ഇതാട്ടോ കേസ് എൻ്റെ യൂണിഫോം. നമുക്ക് എന്തായാലും ഡെയിലി യൂണിഫോമാണ്, സൺഡേസ് മാത്രമേ നമുക്ക് കളർ ഇടാൻ പറ്റുള്ളൂ. കുറേ പേര് വിളിച്ചിട്ടും അതുപോലെ മെസ്സേജ് അയച്ചിട്ടും എന്നെ വിഷ് ചെയ്തിരുന്നേ. എനിക്ക് വീട് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യ അതുപോലെ കേക്കൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. സാരല്ല, നമ്മുടെ സാഹചര്യം അല്ലേ. അങ്ങനെ എൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ സലൂണിലേക്ക് പോവുകയാണേ. ബർത്ത്ഡേ
എന്താ എന്താ അവിടെ എന്താ എന്താ നിങ്ങളൊന്ന് നോക്കിക്കേ